മിസ്സിന്റെ SSLC മക്കൾക്ക് വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നേരത്തെയുള്ള സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ 5th ചാപ്റ്റർ കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന ചാപ്റ്റർ നമ്മൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ഓരോന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവായിരുന്നു. അപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും മിസ്സാക്കാതെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ടെക്സ്റ്റിലും അത് ജസ്റ്റ് ഒന്ന് വായിക്കുക, നിങ്ങൾ ഓർത്ത് വെക്കുക എന്തൊക്കെ കാര്യങ്ങൾ. നമുക്ക് ഒരുപാട് പേരുകളും ഒരുപാട് എന്താണ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ പേരുകൾ, അതുപോലെ തന്നെ ചെയ്ത റിഫോംസിൻ്റെ പേരുകൾ, എന്തിനായിരുന്നു അതൊക്കെ ചെയ്ത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുണ്ട്. പക്ഷെ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് ഇതിൻ്റെ കൂടെ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കിത് ഈ 5th ചാപ്റ്റർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കും. അത്യാവശ്യം വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മാർക്ക് വെയിറ്റേജ് ഇച്ചിരി കൂടുതലാണ്. മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും ചോദിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. എല്ലാ പേജിലെയും ഓരോ 1 മാർക്കിനെങ്കിലും മിനിമം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും ഓരോ പേജ് എടുത്താലും. അപ്പം അതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മടി കാരണം നിങ്ങൾ നൈസായിട്ട് ഇങ്ങനെ പേജൊക്കെ മറിച്ചങ്ങ് വിടും. നിങ്ങളത് വായിക്കാതെ പോകും. കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കും. സോ അങ്ങനെ ഓർക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ഈ വീഡിയോ നിങ്ങൾ കാണുക. വായിക്കാൻ മടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഒത്തിരി വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ടയർഡാവും. അറിയാം ഒരുപാട് പേജസ് ഉണ്ട്, സോഷ്യലാണ്, മടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. പക്ഷെ സീനില്ല, നിങ്ങൾ ഈ വീഡിയോ കാണുക. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു ആശയം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാനായിട്ട് സാധിക്കും അല്ലേ. എന്തിനായിരുന്നു ഇതൊക്കെ നടന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വന്നത് എന്നൊക്കെ നിങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കൂട്ടി എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി പോലെയാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു കഥ നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണം. എന്നാലേ നമുക്ക് തള്ളിമറിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ പോയി നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിലോട്ട് നമുക്ക് കടക്കാം. 3ാമത്തെ പാർട്ടായിട്ട് മിസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലിറ്ററേച്ചർ എന്ന പോർഷനാണ്. ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് എന്ന പോർഷനാണ് മിസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, കുറച്ച് എഴുതിയ ബുക്കുകളുടെ പേര്, അല്ലെങ്കിൽ കുറേ പ്ലേസ് ഉണ്ടായിരുന്നു, കുറേ നോവലുകൾ ഉണ്ടായിരുന്നു അല്ലേ, നാടകങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ വരച്ചു, എന്തിനൊക്കെ വരച്ചു, അതിനെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നോക്കിക്കേ, നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് മക്കളെ? എന്താണ് ഓർമ്മ വരുന്നത്? ഭാരത് മാതാ കീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ നാഷണലിസം, നമ്മുടെ ഇന്ത്യനെ ഇങ്ങനെ ഒരു അമ്മയാക്കി കാണിക്കുന്ന ഒരു ചിത്രമാണിത് അല്ലേ, ഭാരത് മാത എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് വന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ദി കോൺസെപ്റ്റ് ഓഫ് ഭാരത് മാത വാസ് ഫസ്റ്റ് പ്രസന്റഡ് ഇൻ ദ പബ്ലിക് ത്രൂ എ പ്ലേ റിട്ടൺ ബൈ ശിശിർ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ. ആരൊക്കെയായിരുന്നു? ശിശിർ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ എന്ന വ്യക്തികൾ എഴുതിയ ഒരു പ്ലേ ആണ്. പ്ലേ എന്ന് പറഞ്ഞാൽ നാടകമാണ് മക്കളെ, നാടകം. ഓക്കെ, നമ്മൾ നാടകമൊക്കെ കളിച്ചിട്ടുണ്ടോ? നിങ്ങൾ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്കൂളിലൊക്കെ ഇങ്ങനെ നാടകങ്ങൾ ചെയ്തിട്ടുള്ളവർ കാണും. അപ്പം അങ്ങനെ ചെയ്ത ഒരു നാടകത്തിൽ നിന്ന് വന്ന ഒരു ക്യാരക്ടറാണ് ആര്? നമ്മുടെ ഭാരത് മാത എന്ന് പറയുന്നത്. ഭാരത് മാതാവിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ഭാരതത്തിനെ ഒരു അമ്മയായിട്ടായിരുന്നു കാണുന്നത് അല്ലേ. അമ്മയായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മദർലി ഫിഗർ, അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടായിരുന്നു ഭാരത് മാത എന്ന് ഈ പ്ലേയിൽ കാണപ്പെട്ടത്. നമുക്ക് വായിക്കാം. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ്, നാടകത്തിലൂടെയാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആരൊക്കെയായിരുന്നു? ശിശിർ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ. അപ്പം ഇതൊരു നോവലായിരുന്നോ, കഥയായിരുന്നോ? അല്ല, ഇതൊരു നാടകമായിരുന്നു അല്ലേ. അപ്പം അതൊരു ചോദ്യമാണ്. നമ്മുടെ ഭാരത് മാത എന്ന ഈ ഒരു കാര്യം ഇതിലൂടെയാണ് വന്നത്, അല്ലെങ്കിൽ ആരാണ് എഴുതിയെന്ന് ചോദിക്കുവാണെങ്കിൽ ആരാണ് അത് കൊണ്ടുവന്നത്? ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറുമാണ്. അതുപോലെ തന്നെ ഭാരത് മാത എന്ന കോൺസെപ്റ്റ് വന്നത് ഒരു നാടകത്തിലൂടെയാണ്, പ്ലേയിലൂടെയാണ്, അല്ലെങ്കിൽ ഡ്രാമയിലൂടെയാണ് എന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. അങ്ങനെ 1 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അത് എവിടുന്ന് വന്നാലും ഏത് രീതിയിൽ 1 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം എഴുതാനായിട്ട് റെഡി അല്ലേ?
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഭാരത് മാതയിലെ പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. ആരൊക്കെയാണ് അത് കൊണ്ടുവന്നത്, എങ്ങനെയാണ് നാടകത്തിലൂടെയാണ് വന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തെ പറ്റിയാണ്. ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ മറിച്ച് നോക്കുമ്പോഴത്തേക്ക് സൈഡിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു പടം കാണും. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മുടെ വന്ദേ മാതരം എന്ന പാട്ട് കമ്പോസ് ചെയ്ത വ്യക്തി. വന്ദേ മാതരം പാട്ട് എല്ലാവർക്കും അറിയാമോ? വന്ദേ മാതരം ആ പാട്ട് കമ്പോസ് ചെയ്ത വ്യക്തിയാണ് ആര്? നമ്മുടെ സ്വന്തം ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പം അദ്ദേഹം ഒരു റൈറ്റർ ആയിരുന്നു അല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ലിറ്ററേച്ചർ പഠിക്കുന്നതിൻ്റെ അകത്ത് അദ്ദേഹത്തെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം ഏത് സ്ഥലക്കാരനായിരുന്നു, എവിടെ നിന്നായിരുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു അദ്ദേഹം എഴുതിയത്, നാടകമായിരുന്നോ കവിതകളായിരുന്നോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഒന്നുകൂടെ പേര് നിങ്ങളും കൂടെ ഒന്ന് പറയണം. ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഫേമസ് ബംഗാളി റൈറ്റർ. അദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു? ബംഗാളി ആയിരുന്നു അല്ലെ. അപ്പൊ ബംഗാളിലെ ഒരു റൈറ്റർ ആയിരുന്നു ആര്? നമ്മുടെ സ്വന്തം ബങ്കിം ചന്ദ്ര ചാറ്റർജി. അഡോപ്റ്റഡ് നോവൽ, വെസ്റ്റേൺ ഫോം ഓഫ് ലിറ്ററേച്ചർ. നോക്കിയേ, അദ്ദേഹം ആ നോവൽ എഴുതുന്ന വ്യക്തിയായിരുന്നു അല്ലെ. നോവൽ എഴുതുന്ന വ്യക്തിയായിരുന്നു. ആസ് എ മീഡിയം ടു പോർട്രേ ദ പ്ലൈറ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യങ്ങൾ അദ്ദേഹം മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാനായിട്ട് യൂസ് ചെയ്ത ഒരു മീഡിയം അല്ലെങ്കിൽ യൂസ് ചെയ്ത ഒരു കാര്യം എന്താണ്? നോവലായിരുന്നു അല്ലെ. നമുക്കറിയാം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന എഴുതുന്ന ആൾക്കാരൊക്കെ എന്താണ് ചെയ്തത്? അവരുടെ എഴുത്തിലൂടെ ബുക്കിൽ അവർ കവിതയായിട്ടോ കഥകളായിട്ടോ അല്ലെങ്കിൽ നാടകങ്ങളായിട്ടോ അവര് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെ. അങ്ങനെ എക്സ്പ്രസ് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, അപ്പം അദ്ദേഹം എഴുതിയ കുറെ നോവലുകളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു അദ്ദേഹം നോവൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ബംഗാളി റൈറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൂടെ തന്നെ നമുക്ക് 2 പോയിന്റ് മനസ്സിലായില്ലേ. ഒരു ബംഗാളി റൈറ്റർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നോവലുകളായിരുന്നു അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നോവലുകളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഓഫ് ഹിസ് നോവൽസ് ദ മോസ്റ്റ് നോട്ടബിൾ ഇസ് ആനന്ദമത്. ആനന്ദമത് എന്ന് പറയുന്ന നോവലായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത് എന്നാണ് ഇവിടെ പറയുന്നത്. ബേസ്ഡ് ഓൺ സന്യാസി റിവോൾട്ട് ഓഫ് ബംഗാളി പെസൻസ്. ബംഗാളിലെ പെസൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമേഴ്സ് അല്ലെങ്കിൽ കർഷകരെ പറ്റിയായിരുന്നു അദ്ദേഹം എഴുതിയത്. അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ദുരിതങ്ങൾ അല്ലെങ്കിൽ വിഷമതകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം ആ നോവലിൽ എഴുതിയത്. ഹി കുഡ് വെൽ ഇല്ലുസ്ട്രേറ്റ് ദി അഗോണീസ് ഓഫ് ബംഗാളി ഫാമേഴ്സ് ആൻഡ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഇൻ ബംഗാൾ സൊസൈറ്റി. ഓക്കെ, ബംഗാളിലെ സൊസൈറ്റിയിൽ റിച്ചും പുവറും തമ്മിലുള്ള ഒരു വ്യത്യാസം, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവർ വിഷമതകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം നോവലിലൂടെ അദ്ദേഹം എഴുതി അറിയിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവൽ ഏതായിരുന്നു? ആനന്ദമത് എന്ന് പറയുന്ന നോവലായിരുന്നു. അദ്ദേഹം ബംഗാളി റൈറ്റർ ആയിരുന്നു അല്ലേ. അപ്പം ഇത്രയും പോയിന്റ്സ് നമുക്കറിയാം. ഇപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം എന്നാണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളൊക്കെയും ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ബങ്കിം ചന്ദ്ര ചാറ്റർജിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പം നമ്മൾ പുതിയൊരു വ്യക്തിയെ പറ്റി പഠിക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടമാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻസ് ഡേക്കും അങ്ങനെ പാട്രിയോട്ടിക് സോങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നല്ല അഭിമാനത്തോടെ പാടുന്ന ഒരു പാട്ടാണ്. ഏതാണ് ആ പാട്ട്? സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര സാരേ ജഹാൻ സേ അച്ഛാ. അങ്ങനെ നല്ലൊരു പാട്ട് ഇദ്ദേഹമാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തെ പറ്റി പഠിക്കാം. ആരാണ് അദ്ദേഹം എന്ന് നമുക്ക് നോക്കാം. ഉറുദു പോയറ്റ്. അദ്ദേഹം ഒരു ഉറുദു പോയറ്റ് ആണ്. ആരാണ്? അലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന വ്യക്തിയാണ്. ഹു പെൻ ദ ഫേമസ് പാട്രിയോട്ടിക് സോങ്. അദ്ദേഹമാണ് സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാട്ട് രചിച്ച വ്യക്തി. പ്രൈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യാസ് നേച്ചർ ആൻഡ് യൂണിറ്റി ഓഫ് ഇറ്റ്സ് പീപ്പിൾ. എന്താണ് അതിൽ പറയുന്നത്? ഇന്ത്യയുടെ ഭംഗിയെ പറ്റിയും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നവരുടെ യൂണിറ്റിയെ പറ്റിയുമാണ് അദ്ദേഹം ആ പാട്ടിലൂടെ ജനങ്ങളെ അറിയിക്കുവാനായിട്ട് കഴിഞ്ഞത്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഹെൽപ്
to inculcate the concept of unified India among the public. അതായത് പൊതു സമൂഹത്തെ, അതായത് നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാവരെയും മറിച്ചു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതൊന്നാണ്, ഇങ്ങനെ വേർതിരിവോ കാര്യങ്ങളൊന്നും ഇല്ല. ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്നാണ്, ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ്. അത് പല സ്ഥലക്കാരാണെങ്കിലും നമ്മൾ ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകളെല്ലാം എന്നാണ് ഇവിടെ പറയുന്നത്. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അലാമ മുഹമ്മദ് ഇക്ബാൽ തന്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയും ജനങ്ങളുടെ ഐക്യതയും പാടിപ്പുകഴ്ത്തി. ഇന്ത്യ എന്ന രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുവാൻ ഇവരുടെ രചനകൾ കാരണമായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്കറിയാം സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാട്ടൊക്കെ ഇനി പാടുമ്പോൾ പറയണം അത് ആരാണ് എഴുതിയത്? അലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന ഉറുദു പോയറ്റ് ആണ് എഴുതിയെന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ പുതിയൊരു ഇമ്പോർട്ടൻറ്റ് ബോക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് മൊത്തത്തോടെ വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്സ് ദ ഫോളോയിങ് ആയിരിക്കും വരുന്നത്. കാരണം അവർ എഴുതിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓതേഴ്സിൻ്റെ പടങ്ങളും അവരുടെ പേരുകളും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജും എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം നമ്മൾ എഴുതി എക്സ്പ്രസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ്, നമ്മുടെ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ ആൾക്കാർ എഴുതാനായിട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഏത് ഭാഷയിലായിരുന്നു ഈ ഓരോ കൃതികൾ എഴുതിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓതേഴ്സിന്റെ പേര് തന്നിട്ട് അവർ ഏത് ഭാഷയിലായിരുന്നു അവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കവിതകളായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, നാടകങ്ങളായിക്കോട്ടെ അതൊക്കെ എഴുതിയത് ഏത് ഭാഷയിലാണ് എന്ന ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ലാംഗ്വേജ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിൽ ഇൻ കേസ് വല്ലതും 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടുപോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമുക്കൊന്ന് പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് നോക്കാം അവരുടെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഘോര ഗീതാഞ്ജലി എന്ന രണ്ട് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ ഏത് സ്ഥലമായിരുന്നു, ഏത് ഭാഷയിലായിരുന്നു എഴുതിയത്? ബംഗാളി ആയിരുന്നു അല്ലേ, ബംഗാളിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബംഗാളിലായിരുന്നു അദ്ദേഹം എഴുതിയത്. അതുപോലെ തന്നെ സേവസദാൻ പ്രേമസരം രംഗഭൂമി ഗോദാൻ എന്ന കൃതികൾ ആരാണ് എഴുതിയത്? പ്രേംചന്ദ് എന്നൊക്കെ പറയുമ്പോൾ ഷാറുഖ് ഖാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീൽ വരുന്നില്ലേ. അപ്പം തന്നെ നമുക്കൊരു ഹിന്ദിയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം അല്ലേ. അപ്പം അദ്ദേഹം ഹിന്ദിയിലായിരുന്നു, അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് ഹിന്ദിയിലായിരുന്നു. അപ്പോൾ ലാംഗ്വേജ് എന്താണ്? ഹിന്ദി. അപ്പോൾ പഠിച്ചില്ലേ. ഇനി അടുത്ത നോക്കിക്കേ. പാഞ്ചാലി ശബദം, കലിപ്പാട്ട്, കണ്ണംപാട്ട്, കുയിൽപ്പാട്ട്, ഈ 4 എഴുതിയത് ആരാണ് നമുക്ക് നോക്കാം. സുബ്രഹ്മണ്യ ഭാരതി. ആരാണ് സുബ്രഹ്മണ്യ ഭാരതി? സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു തമിഴ് ടച്ച് വരുന്നുണ്ട് അല്ലേ. തമിഴ് മൂവിയിലൊക്കെ സൂര്യയുടെ ഒക്കെ പടത്തിലൊക്കെ പോകുന്ന ആ ഒരു ഫീൽ വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം ലാംഗ്വേജ് ഏതാണ്? തമിഴ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3 സെറ്റ് അല്ലേ. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിയാണ്, പ്രേംചന്ദ് ഹിന്ദിയിലാണ് എഴുതിയത്, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ലാംഗ്വേജിലാണ് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ എഴുതിയിരിക്കുന്നത്. അടുത്ത നോക്കിയേ. ഹയത്തെ സഹി ഹയത്തെ ജവീദ് എന്ന ഇത് കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം അങ്ങ് ഉറപ്പിച്ചോണം അതെന്താണ്, ഏത് ഭാഷയാണ്? നേരെ ചെല്ലുക, അത് ഉറുദു ഭാഷയാണ് അല്ലെ. ഉറുദു നമ്മൾ ചിലപ്പോൾ മനസ്സിലാവാത്ത ഭാഷയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തുവാടെ ഇത് ഉറുദു ആണോ ഇവിടെ നീ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വല്ല നമുക്ക് മനസ്സിലാവാത്ത ഇങ്ങനെ കൊങ്ങിണിയാണോ എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ. നമുക്കതൊന്നും മനസ്സിലാവത്തില്ല. അവരെന്തൊക്കെയോ കിടന്ന് സംസാരിക്കുന്നുണ്ട്, അതൊക്കെ എന്തുവാന്ന് വെച്ച് ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ നോക്കി നിൽക്കത്തേ ഉള്ളൂ അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത ഏതാണ്? ഹയത്തെ സഹി ഹയത്തെ ജവീദ് എന്ന എഴുതിയിരിക്കുന്ന അത് ഏത് ഭാഷയിലാണ്? ഉറുദു ഭാഷയിലാണ്. ആരാണ് എഴുതിയത്? അൽത്താഫ് ഹുസൈൻ അലി. ആരാണ്? അൽത്താഫ് ഹുസൈൻ അലിയാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത നോക്കിയേ. നിബന്ധമല എന്താണ്? വിഷ്ണു കൃഷ്ണ ചിപ്പുൻകർ. അത് മറാഠി ലാംഗ്വേജിലാണ് എഴുതിയത്. അത് നമുക്ക് വലിയ പിടുത്തമില്ല അല്ലേ. മറാഠി ലാംഗ്വേജ് ഒക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവോ. അപ്പം നിബന്ധമല എന്ന് പറയുന്ന വിഷ്ണു കൃഷ്ണ ചിപ്പുൻകലാണ് മറാഠി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. കൂടുതലും നമ്മുടെ നേരത്തെ ആദ്യം കണ്ട സ്ലൈഡിലെ ആൾക്കാരെ പറ്റിയാണ് കഴിഞ്ഞ എക്സാമിനൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടത്. അപ്പോൾ ഇനി അടുത്ത ഒരാളും കൂടി ഉണ്ട്. നമ്മൾ മാസ് ഏറ്റവും ബെസ്റ്റിനെ നമ്മൾ ലാസ്റ്റ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവസാനം നമ്മളൊരു മലയാളിയെ വെച്ചിട്ടുണ്ട്. ആരാണ് ഈ മലയാളിയെ നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ?
വള്ളത്തോൾ നാരായണ മേനോൻ. ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ? അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ മലയാളം ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോഴേ നിങ്ങൾ കാണാറുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയായിരുന്നു? എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്ന എഴുതിയിരിക്കുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ ആണ്. അദ്ദേഹത്തിന്റെ കൃതികൾ മലയാളത്തിലായിരുന്നു. അപ്പൊ മലയാള ഭാഷയിലായിരുന്നു അദ്ദേഹം ഇങ്ങനത്തെ അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം എഴുതിയത് അല്ലേ? അപ്പം ഇത്രയും ആൾക്കാരെ പറ്റി നമ്മൾ പഠിച്ചു. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്നാൽ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? അടുത്തത് ഈ ഒരു പടം, ഈ ഒരു പിക്ചർ കാണുമ്പോഴേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് ഒരു സ്ത്രീ ഇങ്ങനെ തീയിൽ ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക? എന്താണ്? തീയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? സതി അല്ലേ? സതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സതി എന്ന് പറയുന്ന പോലെ അവർക്ക് ചിലപ്പോൾ എഴുതാൻ അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് എന്തറിയാം? വരയ്ക്കാൻ അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ വരച്ച് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ അറിയിക്കുകയാണ്. എന്താണ് അറിയിക്കുന്നത്? ഇവിടെ ഇങ്ങനെ കുറേ സോഷ്യൽ ഈവൽസ് ഉണ്ട്, അതൊക്കെ മാറ്റപ്പെടണം എന്ന ഇമോഷനോടുകൂടി അവർ വരയ്ക്കുന്നു. അപ്പോൾ ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു പടം കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമം വരും അല്ലേ? ഇങ്ങനെയൊക്കെ ഇവിടെ ഇപ്പം നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ വരുന്നു. അതിനെതിരെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ കാര്യം ഇവിടുന്ന് മാറ്റുന്നു. അതായിരുന്നു നമ്മുടെ ഒരു എയിം. അപ്പം അങ്ങനെ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് വ്യക്തികളുണ്ട്. അവരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരാണ്? ഫോളോയിങ് ദ വെസ്റ്റേൺ സ്റ്റൈൽ, രാജാ രവിവർമ്മ ഫ്രം കേരള വിഷ്വലൈസ് വേരിയസ് സീൻസ് ഫ്രം ഇന്ത്യൻ എപ്പിക്സ് ആൻഡ് ലിറ്ററേച്ചർ. ഈ സതി വരച്ചത് രാജാ രവിവർമ്മയല്ല, പക്ഷെ അദ്ദേഹത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്ന ബുക്കുകളിൽ നിന്ന് എന്ത് ചെയ്തു? ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ച് എടുത്തിട്ട് പടം വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ? രാജാ രവിവർമ്മ പല ഫോട്ടോസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് അദ്ദേഹം തന്നെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ ബുക്കുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി അദ്ദേഹം വരയ്ക്കാനായിട്ട് വരച്ച ആ പടത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ നന്ദലാൽ ബോസ്, അനദർ ആർട്ടിസ്റ്റ്, പോർട്രേറ്റ് സീൻസ് ഫ്രം ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ഇവന്റ്സ് ഇൻ ഹിസ്റ്ററി. നമ്മുടെ ഹിസ്റ്ററിയിൽ നടന്ന ഓരോ ഇവന്റ്സും അതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ എഴുതിയിരിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ നന്ദലാൽ ബോസ് പടം വരയ്ക്കുകയും ചെയ്തു. അതിലൊന്നാണ് നമ്മുടെ സതി എന്ന് പറയുന്നത്. സതി പണ്ടത്തെ ഏറ്റവും വലിയൊരു സോഷ്യൽ ഈവളായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു വിഡോ റീമാരേജ്, സതി, ചൈൽഡ് മാരേജ് ഒക്കെ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നിന്നതായിരുന്നു നമ്മുടെ സതി. അപ്പൊ സതിയുടെ ഒരു പിക്ചർ ആരാണ് വരച്ചത്? നന്ദലാൽ ബോസ്. ബോസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ ബോസ് എന്ന് ഓർത്തിരിക്കുക. നന്ദലാൽ ബോസ് ആണ് നമ്മുടെ സതി എന്ന് പറയുന്ന പടം വരച്ചത്. ഹിസ് ഫേമസ് പെയിന്റിംഗ് ഇസ് സതി, which visualized the dilemma of women who was forced to commit sati and social evil prevailed India. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ഈവലിനെ വരച്ചു കാട്ടാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു പടമാണ് സതി എന്ന് പറയുന്നത്. ദിസ് പെയിന്റിംഗ് ടച്ച് ഇന്ത്യൻ ഹാർട്ട്സ് ആൻഡ് സ്റ്റിമുലേറ്റഡ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ സോഷ്യൽ ഈവിൽ. അങ്ങനെ നമ്മൾ സതി വേണ്ട എന്ന് നിർത്തലാക്കിയത് എങ്ങനെയാണ്? എഴുത്തിലൂടെ മാത്രമാണോ? അല്ല, ഇദ്ദേഹത്തിന്റെ ഈ പിക്ചർ കണ്ടു ഒരുപാട് ആൾക്കാർക്ക് വിഷമം വന്നു. ഇത് ഇവിടുന്ന് മാറ്റണം, അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്ന ചിന്താഗതിയൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് സതി നീക്കപ്പെടുത്തുകയും ചെയ്യാനായിട്ട് ഈ ഒരു പിക്ചർ സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ നന്ദലാൽ ബോസിന്റെ ഫസ്റ്റ് പിക്ചർ നമ്മൾ പഠിച്ചല്ലേ? സതി. അതെന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു സൊസൈറ്റിയിൽ അത് ഇമ്പാക്ട് ചെയ്ത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പിക്ചറാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് എന്താണ്? നമ്മുടെ ഗ്രാമീണ ചെണ്ടക്കാരൻ അഥവാ വില്ലേജ് ഡ്രമ്മർ എന്ന് പറയുന്ന ഒരു പിക്ചറാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വില്ലേജ് ഡ്രമ്മർ അഥവാ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന പിക്ചർ. അതെങ്ങനെയാണ്, എന്തിനാണ് വരച്ചത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. Another painting, village drummer, was exhibited in Haripura. ഹരിപുര എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു സ്ഥലമാണ്. അവിടെ എന്ത് നടന്നു? സെഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സെഷൻ നടന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഈ ഒരു പിക്ചർ അദ്ദേഹം വരച്ചത്. പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ക്യാൻവാസും പെയിന്റും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നാച്ചുറൽ പേപ്പർ, ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ തന്നെ അദ്ദേഹം വരച്ച ഒരു പടമാണ് നമ്മുടെ ഗ്രാമീണ ചെണ്ടക്കാരൻ അഥവാ വില്ലേജ് ഡ്രമ്മർ. അദ്ദേഹത്തിന്റെ പിക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വില്ലേജിൽ, നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ഇന്ത്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വില്ലേജിലൊക്കെ സാധാരണമായി നടക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും അദ്ദേഹം വരയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. അപ്പം വാസ് അഡോപ്റ്റഡ് ആസ് ദ പിക്ചർ ഓഫ് പോസ്റ്റർ ഓഫ് കോൺഗ്രസിന്റെ ഒരു പോസ്റ്റർ ആയിട്ട് നമ്മുടെ വില്ലേജ് ഡ്രമ്മർ അഡോപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് അവർ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പിക്ചേഴ്സ് ഒക്കെ സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ പറ്റിയുള്ള പടങ്ങളായിരുന്നു. അദ്ദേഹം പടത്തിലൂടെ ബാക്കിയുള്ള സൊസൈറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരച്ച ഒരു പെയിന്റിങ്സിലൂടെ അദ്ദേഹം മറ്റുള്ളവരിലേക്ക് അറിയിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ എന്ന ചിത്രം 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ അഥവാ വില്ലേജ് ഡ്രമ്മർ എന്ന പിക്ചർ ആയിരുന്നു 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പോസ്റ്റർ ആയിട്ട് അവര് തിരഞ്ഞെടുത്തത്. ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവസാനത്തെ നമ്മുടെ സെഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വേണം എന്നാണെങ്കിൽ അതും പറയുക. അതിനനുസരിച്ച് മിസ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. താങ്ക് യു.